ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും വരുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിലാണ് പരിശോധന SIT സംഘം നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ വാർത്ത. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നു തന്ത്രി കണ്ടർ ഫൈസൽ അസീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഈ താഴമൺ മനയിൽ എപ്പോഴാണ് SIT സംഘം എത്തിയത്? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? അജി കുഞ്ഞുമാൻ താഴ്മൺ മഠത്തിൽ കണ്ഠരർ രാജീവരുടെ താഴ്മൺ മഠം എന്ന വീട്ടിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഏകദേശം രണ്ടരയോടെ കൂടിയാണ് ഈ SIT സംഘം എത്തിയത്. അവർ ഇപ്പോൾ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞ ഏകദേശം 4-5 വണ്ടികളിലായാണ് SIT സംഘം എത്തിയത്. അതിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിപ്പോൾ ഈ രാജീവരുടെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞ് അവിടെ പരിശോധന നടത്തുകയാണ്. കുടുംബവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശബരിമല ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഈ SIT ഈ അദ്ദേഹത്തെ ഈ കണ്ഠരർ രാജീവരെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഈ താഴ്മൺ മഠം എന്ന ഒരു വീട്ടിലേക്ക് എത്തി SIT പരിശോധന നടത്തുന്നത്. ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വീടിന് മുന്നിലായി വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും SIT സംഘം ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. കുടുംബത്തെ ചോദ്യം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ പോറ്റിയെ അറിയാം, എന്നാൽ ഈ സംഭവത്തിൽ നിരപരാധി എന്നുമാണ് ഈ കണ്ഠരർ രാജീവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാധ്യമങ്ങളോട് ഉൾപ്പെടെ അല്ലെങ്കിൽ SITയോട് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തോടുള്ള ഒരു പ്രതികരണം തേടുകയും ചെയ്തു. കുടുംബം പരസ്യമായി പ്രതികരിക്കാനില്ലെങ്കിലും ഈ ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത്. ഏതായാലും SITയുടെ പരിശോധന അല്ലെങ്കിൽ SITയുടെ തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഈ കണ്ഠരർ രാജീവരുടെ താഴ്മൺ മഠം എന്നൊരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ശക്തമായ പോലീസ് സുരക്ഷയാണ് ഈ വീട്ടിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും തന്ത്രി കണ്ഠരർ രാജീവരുടെ താഴമൺ മഠത്തിൽ ആണ് ഇപ്പോൾ SIT സംഘം പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. SIT സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെളിവുകളൊക്കെ തന്നെയും തന്ത്രിക്കെതിരെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തന്ത്രിയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് SIT പോയത്.